ശ്രീ നമസ്കാരം. നമസ്കാരം. വീർ സവർക്കറുടെ ധീരത തലമുറകളെ പ്രചോദിപ്പിക്കുമെന്നാണ് ഫ്രാൻസിൽ ചെന്നപ്പോൾ മോദി പറഞ്ഞത്. അദ്ദേഹം അവിടെ ചെന്നപ്പോഴും വീർ സവർക്കറെ അനുസ്മരിക്കാൻ മറന്നില്ല. കാരണം ആ ഒരു നഗരവുമായിട്ട് ഒരു വലിയൊരു ഫ്രാൻസിലെ ഒരു നഗരവുമായിട്ട് വീർ സവർക്കറിന് വലിയൊരു ബന്ധമുണ്ട് എന്നൊരു കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം ഫ്രാൻസിനും ഇന്ത്യയുടെ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് സ്വാതന്ത്ര്യം നൽകിയതിന് വലിയൊരു പങ്കുമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ അങ്ങേക്ക് ഒന്ന് സംസാരിക്കാമോ? ഗൗതം, ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ അധികമാരും ചർച്ച ചെയ്തിട്ടില്ലാത്തൊരു വിഷയമാണ് വീർ സവർക്കർക്ക് ഫ്രാൻസിൽ നിന്ന് കിട്ടിയിരുന്ന ഒരു പിന്തുണ. അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയുണ്ട്. അതിങ്ങനെയാണ്. സവർക്കർ 1910 അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സവർക്കറെ ബ്രിട്ടനിൽ നിന്ന് ഇന്ത്യയിലേക്ക് അവർ കപ്പൽ മാർഗം കൊണ്ടുപോവുകയാണ്. മോറയ എന്ന പേരിലുള്ള ഒരു കപ്പലാണ്. അപ്പോൾ ആ കപ്പലിൽ പോകുന്ന വഴിക്ക് അത് ഫ്രാൻസിൽ മാർസെയ് തുറമുഖത്ത് അടുക്കുകയാണ്. അങ്ങനെ ആ തുറമുഖത്ത് അടുക്കുന്ന സമയത്ത് അതൊരു കൃത്യമായിട്ടുള്ള ഒരു അവസരമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് വീർ സവർക്കർക്ക് ഉണ്ടാവുകയും അദ്ദേഹം ഈ കപ്പലിൽ നിന്ന് കടലിലേക്ക് ചാടിയതിനു ശേഷം നീന്തി കരയ്ക്ക് കയറുകയും ചെയ്യുക. അപ്പോൾ അവിടെ അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത്, അവിടെ വളരെ കൃത്യമായിട്ട് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന പാരീസ് ഇന്ത്യൻ സൊസൈറ്റി പോലെയുള്ള ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഗ്രൂപ്പുകളുമായിട്ട് ബന്ധപ്പെടാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയാണെങ്കിൽ ഒരു പൊളിറ്റിക്കൽ അസൈലം അദ്ദേഹത്തിന് ഫ്രാൻസിൽ കിട്ടും എന്നുള്ള ഒരു സാധ്യതയുണ്ട്. അതല്ലാതെ കേവലം കാൽക്കുലേഷൻ ഒന്നുമില്ലാതെ വെറുതെ കടലിലേക്ക് ചാടി നീന്തി രക്ഷപ്പെടാം എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നില്ല അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഇവിടെ ചെന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം പിടിയിലാകുന്നത് ഈ ഫ്രഞ്ച് പോർട്ട് അതോറിറ്റിയുടെ കയ്യിലാണ്. ഈ മാർസെയ് തുറമുഖവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോർട്ട് അതോറിറ്റിയുടെ അടുത്താണ് അദ്ദേഹം എത്തുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് എത്തുന്നു. അവിടെ നിന്ന് അദ്ദേഹത്തെ ബ്രിട്ടൻ അറസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ അറസ്റ്റ് ചെയ്തിരുന്ന സമയത്ത് കുറേയധികം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായി. ആ പ്രശ്നമെന്ന് പറയുന്നത്, അതിനെ പ്രശ്നമാക്കുന്നത് തന്നെ ഈ പാരീസ് ഇന്ത്യൻ സൊസൈറ്റിയാണ്. നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്ന മാഡം കാമ അവർ സ്ഥാപിച്ചിരുന്ന ഒരു പ്രസ്ഥാനമാണിത്. അപ്പോൾ അങ്ങനെ ഈ പാരീസ് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങൾക്കൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്ന നിലയ്ക്ക് ഇവർ അവിടെ ഒരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആ മൂവ്മെൻറ്റ് പറയുന്നത് ഇങ്ങനെയാണ്: ഫ്രാൻസിൽ നിന്നാണ് സവർക്കറെ ബ്രിട്ടൻ അറസ്റ്റ് ചെയ്യുന്നത്. കാരണം അദ്ദേഹം അവിടെ അഭയത്തിന് വേണ്ടി അവിടെ എത്തി, ആ തീരത്ത് അണയുന്നു. ആ അണഞ്ഞതിന് ശേഷം അദ്ദേഹത്തിനെ അവിടെ നിന്ന് ബ്രിട്ടൻ വന്ന് അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം, ഫ്രാൻസ് എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണ്. അങ്ങനെയുള്ള സ്വതന്ത്ര പരമാധികാര രാജ്യത്തിൽ അഭയത്തിനായി വന്നിരിക്കുന്ന ഒരാളിനെ മറ്റൊരു സ്വതന്ത്ര പരമാധികാര രാജ്യം അവർക്ക് യാതൊരു വിധത്തിലുള്ള അവകാശാധികാരങ്ങളും ഇല്ലാത്ത ഈ രാജ്യത്തേക്ക് പ്രവേശിച്ച് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഫ്രാൻസിൻ്റെ അപ്രൂവൽ ഉണ്ടാകണം. ഫ്രാൻസിൽ നിന്ന് അങ്ങനെ മറ്റൊരു രാജ്യത്തിന് വന്ന് ഒരാളിനെ യാതൊരു വിധത്തിലുള്ള നമ്മൾ ഈ പറയുന്ന പോലെ ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന അവസ്ഥയിൽ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ഒരു നയം, ഒരു നടപടി അത് ബ്രിട്ടൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഫ്രാൻസിൻ്റെ പരമാധികാരത്തിനെ ചോദ്യം ചെയ്യുന്ന നടപടിയാണ് എന്ന് ഈ പാരീസ് ഇന്ത്യൻ സൊസൈറ്റി വലിയൊരു ക്യാമ്പയിൻ നടത്തി. അപ്പോൾ ഈ ക്യാമ്പയിൻ കേൾക്കുന്ന സമയത്ത് തദ്ദേശവാസികളായിട്ടുള്ള ഫ്രഞ്ച് പൗരന്മാർക്കും അത് തോന്നി. കാരണം സവർക്കറുടെ പൗരത്വം അത് ഇന്ത്യൻ പൗരത്വമാണ് എങ്കിൽ പോലും ഈ രാജ്യവുമായി ബന്ധപ്പെട്ട ആ രാജ്യത്തിന് വലിയൊരു നാണക്കേടുണ്ടാക്കുന്ന സംഭവമാണ്. കാരണം അവരുടെ സോവറിനിറ്റി ഉള്ള ഒരു സ്ഥലത്ത് മറ്റൊരു രാജ്യം കടന്നു വന്ന് ഒരാളിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. അപ്പോൾ ഇത് അവരുടെ സോവറിനിറ്റിയോട്, അവരുടെ പരമാധികാരത്തോടുള്ള ചോദ്യം ചെയ്യലാണ് എന്ന രീതിയിൽ പൊതുസമൂഹം അവിടെ മനസ്സിലാക്കുന്നു. തന്നെയുമല്ല, ഈ പാരീസ് ഇന്ത്യൻ സൊസൈറ്റി നടത്തിയിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനം, അവരവിടെ ഉണ്ടായിരുന്ന പല സോഷ്യലിസ്റ്റ് ഗ്രൂപ്പുകളുമായി ചേർന്ന് അവരുടെ മുന്നിലേക്ക് ഈ ഒരു ആശയത്തിനെ മുന്നിൽ വെച്ചു. അപ്പോൾ ഈ സോഷ്യലിസ്റ്റുകളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് ജീൻ ജുറൈസ് എന്ന് പറയുന്ന ഒരു സോഷ്യലിസ്റ്റ് നേതാവാണ്. അദ്ദേഹം ഫ്രാൻസിൽ വളരെ ബഹുമാനിക്കപ്പെടുന്ന ഒരു സോഷ്യലിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഒരു രാജ്യം എന്ന് പറയുന്നത് ആ നാട്ടിലെ ദരിദ്രരുടെ ഏറ്റവും വലിയ അവകാശമാണ് എന്നൊക്കെയുള്ള ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്നയാളാണ്. അപ്പോൾ തികഞ്ഞ ദേശീയവാദിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഈ ഒരു ക്യാമ്പയിനെ കുറിച്ച് അറിയുന്നു. അദ്ദേഹത്തിനെ നമ്മുടെ ഈ പാരീസ് സൊസൈറ്റിയിലുള്ള, ഇന്ത്യൻ സൊസൈറ്റിയിലുള്ള ആൾക്കാർ അദ്ദേഹത്തിനെ അപ്രോച്ച് ചെയ്യുന്നു. അദ്ദേഹത്തിനോട് ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് അദ്ദേഹത്തിനും ഈ ഒരു ബോധ്യമുണ്ടാകുന്നു. അതായത് ഫ്രാൻസിൻ്റെ പരമാധികാരത്തിനെ ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയാണ് ബ്രിട്ടൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്ന്. അപ്പോൾ അദ്ദേഹവും ഇതിൻ്റെ മുന്നണി പോരാളിയായിട്ട് വരുന്നു. അദ്ദേഹവും ഇതിന് പ്രചരണം നടത്തുന്നു. ഇതെല്ലാം അദ്ദേഹം ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ഫ്രാൻസിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സോഷ്യലിസ്റ്റുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട പൗരന്മാരൊക്കെ തന്നെ മുന്നിലേക്ക് വന്ന് അവർ ഈ ഒരു സംഭവത്തിനെ ഏറ്റെടുത്തതോടുകൂടി പാരീസ് ജനത, അല്ലെങ്കിൽ ആ ഫ്രാൻസിലുള്ള ജനത, മാർസെയ് എന്ന് പറയുന്ന നഗരത്തിലെ ജനത എല്ലാവരും തന്നെ സവർക്കറുടെ കോസിന് ഒപ്പമായി. അതിനെ അവർ കാണുന്നത് തന്നെ ആ നാട്ടിലേക്ക് ഒരു പൊളിറ്റിക്കൽ അഭയത്തിന് വേണ്ടി വന്നിരുന്ന ഒരാളിനെ
അനധികൃതമായിട്ട് മറ്റൊരു രാജ്യം അവിടെ വന്ന് ഇവരുടെ സ്വാതന്ത്ര്യത്തിനെയും പരമാധികാരത്തിനെയും വെല്ലുവിളിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്തു. ഈ നടപടി ചോദ്യം ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിന് മേൽ വലിയ സമ്മർദ്ദമുണ്ടായി. ഇപ്പോൾ ഗവൺമെൻറ് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി നോക്കുന്നുണ്ട്. ഗവൺമെൻറ്റിനും അത് ബോധ്യമാവുകയാണ്. തങ്ങളുടെ അധികാരത്തിനെ ബ്രിട്ടൻ ഇവിടെ ചോദ്യം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഫ്രാൻസ് ഈ വിഷയം ബ്രിട്ടനോട് അവതരിപ്പിക്കുകയാണ്. അതായത് ഞങ്ങളുടെ നാട്ടിൽ അഭയത്തിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഒരാളാണ്, അയാളെ ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് സവർക്കർക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് ഫ്രഞ്ച് ഗവൺമെൻറ് എടുക്കുകയാണ്. അപ്പോൾ പിന്നീട് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ബ്രിട്ടൻ ഇതിന് വഴങ്ങുന്നില്ല. അങ്ങനെ വഴങ്ങാതെ വന്ന സാഹചര്യമാകുമ്പോൾ ഇത് നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കമാണ്. അപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലേക്ക് പോകണം, ഹേഗിലേക്ക് പോകണം. അങ്ങനെ ഫ്രാൻസ് തീരുമാനിക്കുകയാണ്, ഇത് ഒരു നിയമ നടപടിയിലേക്ക് പോകട്ടെ, വ്യവഹാര നടപടിയിലേക്ക് പോകട്ടെ, ഞങ്ങൾ ബ്രിട്ടനെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലേക്ക് പോകുന്നു എന്ന് തീരുമാനിക്കുകയാണ്. വളരെ അഭൂതപൂർവമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിന് അധികം മാതൃകകൾ മുമ്പില്ല. അത് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫ്രാൻസിൻ്റെ ഒരു പൗരന് വേണ്ടിയിട്ടല്ല ഫ്രാൻസ് അവിടെ പോകുന്നത്. പകരം ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് ഒരു അഭയാർത്ഥിയായിട്ട് ആ രാജ്യത്ത് പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനെ സംരക്ഷിക്കാൻ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെ സംരക്ഷിക്കാൻ, അദ്ദേഹത്തിന് വേണ്ടി വാദിച്ചിരിക്കുന്ന ഫ്രഞ്ച് ജനതയോടുള്ള അവരുടെ കമ്മിറ്റ്മെൻറ്റ് തെളിയിക്കാൻ, ഒപ്പം അവരുടെ സ്വാതന്ത്ര്യത്തിനെയും പരമാധികാരത്തിനെയും ചോദ്യം ചെയ്തിരിക്കുന്ന ബ്രിട്ടൻ എന്ന രാജ്യത്തിനോട് എതിരായിട്ടുള്ള ഒരു നടപടി എന്ന രീതിയിലേക്കാണ് അവർ ഹേഗിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് ഇതിലേറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഒരുപക്ഷെ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ വളരെ കൃത്യമായി അറിയേണ്ടുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ പാരീസ് ഇന്ത്യൻ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് മാഡം കാമ ആ സമയത്ത് ചെയ്തിരുന്നത് സവർക്കർക്ക് വേണ്ടി വാദിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ കോൺടാക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം ഒരു ആളെ കണ്ടെത്തുകയാണ്, ഒരു അഭിഭാഷകനെ കണ്ടെത്തുകയാണ്. അഭിഭാഷകൻ്റെ പേര് ജീൻ ലാംഗെ എന്നാണ്. ഈ ജീൻ ലാംഗെ എന്ന പേര് കേട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇന്ത്യക്കാർക്കോ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾക്കോ അത്രത്തോളം അറിയണമെന്നില്ല. പക്ഷേ ഇദ്ദേഹം കാൾ മാർക്സിൻ്റെ കൊച്ചുമകനാണ്. അപ്പോൾ കാൾ മാർക്സിൻ്റെ കൊച്ചുമകനെ ഈ കേസ് ഏൽപ്പിക്കുന്നു. അദ്ദേഹം ഈ കേസ് പഠിക്കുന്നു. പഠിച്ചതിന് ശേഷം അദ്ദേഹം സവർക്കർക്കൊപ്പം എന്ന നിലപാട് സ്വീകരിക്കുന്നു. അങ്ങനെ ഈ കേസ് സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹവും സവർക്കർക്ക് വേണ്ടി വാദിക്കാനായിട്ട് പോവുകയാണ്. പക്ഷേ ഹേഗിലെ ഇൻ്റർനാഷണൽ ഈ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ വരുന്ന സമയത്ത് അവിടെ ഈ രണ്ട് രാജ്യങ്ങൾക്ക് മാത്രമേ വക്കീലന്മാരെ വെക്കാൻ പറ്റുകയുള്ളൂ. ആ വ്യക്തികൾക്കായിട്ട് അവിടെ കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ഇത് വ്യക്തികളുടെ തർക്കമല്ല, മറിച്ച് രാജ്യങ്ങൾ തമ്മിലുള്ള ഡിസ്പ്യൂട്ടാണ് അവിടെ സെറ്റിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജീൻ ലാംഗയ്ക്ക് അവിടെ വാദിക്കാനുള്ള അവസരമില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. ഈ രണ്ട് രാജ്യങ്ങളുടെ അഭിഭാഷകർ സംസാരിക്കട്ടെ എന്ന് തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ തീരുമാനിക്കുന്ന സമയത്ത് ഈ ജീൻ ലാംഗെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്, അതായത് അദ്ദേഹത്തിന് വാദിക്കാനായിട്ടുള്ള ഒരു കാര്യമില്ലായിരിക്കും, പക്ഷേ അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ചിരിക്കുന്ന കാര്യം ഒരു മെമ്മോറാണ്ടമായിട്ട് തയ്യാറാക്കി അദ്ദേഹം ഈ കോടതിക്ക് മുന്നിലേക്ക് വെക്കുകയാണ്. അതുപോലും അദ്ദേഹം ചെയ്തു. നമ്മൾ ഓർക്കണം, കാൾ മാർക്സിൻ്റെ കൊച്ചുമകൻ മാത്രമല്ല, അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് എഴുത്തുകാരൻ കൂടിയാണ്. നമ്മുടെ നാട്ടിൽ ഒരു പക്ഷേ അത്രത്തോളം അറിയപ്പെടുന്ന ആളല്ല എങ്കിലും പല കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും അദ്ദേഹത്തിനെക്കുറിച്ച് കാര്യമായിട്ട് ആൾക്കാർക്ക് അറിവുള്ളതാണ്. അപ്പോൾ അങ്ങനെ കാൾ മാർക്സിൻ്റെ കൊച്ചുമകൻ പോലും സവർക്കർക്ക് വേണ്ടി വാദിക്കുകയാണ്. അപ്പോൾ ഈ വാദമൊക്കെ കഴിഞ്ഞതിന് ശേഷം 1911 ഫെബ്രുവരി മാസത്തിലോ മറ്റോ ആണ് ഇതിൻ്റെ വിധി വരുന്നത്. അപ്പോൾ വിധി വളരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ഉള്ള വിധിയാണ്. ഒന്നാമത്, ബ്രിട്ടൻ ചെയ്തിരിക്കുന്ന നടപടി ശരിയായില്ല എന്ന് പറയുന്നുണ്ട്. അത് അവർ അവിടെ കടന്നു കയറി അങ്ങനെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന നടപടി ശരിയല്ല എന്ന് ഈ കോടതി ഒബ്സർവ് ചെയ്യുന്നുണ്ട്. പക്ഷേ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമൊന്നും തന്നെ അവിടെ ബ്രിട്ടൻ നടത്തിയിട്ടില്ല. അപ്പോൾ അവർ ചെയ്തിരിക്കുന്ന നടപടി ശരിയല്ല എങ്കിലും ഇൻ്റർനാഷണൽ ലോ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ ചെയ്തിരിക്കുന്നതിൽ ഇന്ന കുറ്റമുണ്ട് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ ബ്രിട്ടനെ വിലക്കേണ്ടതില്ല എന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി തീരുമാനിക്കുകയും അങ്ങനെ സവർക്കർ അറസ്റ്റിലായി അദ്ദേഹത്തിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയുമാണ് ചെയ്തത്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെ ഫ്രാൻസ് ചെയ്തിരിക്കുന്ന, ഫ്രഞ്ച് പൗരന്മാർ ചെയ്തിരിക്കുന്ന, ഫ്രഞ്ച് സോഷ്യലിസ്റ്റുകൾ ചെയ്തിരിക്കുന്ന ഒരു സർവീസ് എന്ന് പറയുന്നത് ഇന്ത്യക്കാരനായിട്ടുള്ള ഒരാളിനെ ഒരു പൊളിറ്റിക്കൽ അഭയാർത്ഥിയായിട്ട് ആ രാജ്യത്ത് സ്വീകരിക്കുന്നതിന് വേണ്ടിയും സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ഒരാളിനെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ടും അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലേക്ക് വേണ്ടി അവിടേക്ക് പോലും പോകുന്നതിന്, തങ്ങളുടേതല്ലാത്ത ഒരു പൗരൻ്റെ ഒരു വിഷയത്തിന് വേണ്ടി പോകുന്നതിനും തയ്യാറായിരിക്കുന്ന ഒരു രാജ്യമാണ്. നമുക്കറിയാം, പല രാജ്യങ്ങൾ പല രീതികളിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അയർലൻഡിനെ പോലെയുള്ള രാജ്യം, അതല്ലെങ്കിൽ ജപ്പാനെ പോലെയുള്ള രാജ്യം, ഇവരൊക്കെ തന്നെ പലരുമായി സഹകരിച്ച് പല രീതികളിലൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രയത്നിച്ചിരിക്കുന്ന ആൾക്കാരാണ്. അതൊക്കെ ഡിസ്കസ് ചെയ്യപ്പെടുമ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യാതെ പോകുന്നത് ഫ്രാൻസ് എടുത്തിരിക്കുന്ന ഈ ഒരു വലിയ സ്റ്റെപ്പാണ്. അതായത് ഹേഗിലെ കോടതിയിലേക്ക് പോകുക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. അങ്ങനെ കൺവിക്ഷനോടുകൂടി ഫ്രഞ്ച് ഗവൺമെൻറ് മൂവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിനെ സഹായിക്കലാണ്. ഇതിൽ തന്നെ പറയേണ്ടുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാരണം ഈ മാർസൈ എന്ന് പറയുന്ന ഒരു ചെറിയ പട്ടണമല്ല. അത് ഫ്രാൻസിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമാണ്.
അപ്പോൾ അവിടെ ഒരു സംഭവം ഉണ്ടായിട്ട് അവിടെയുള്ള ആൾക്കാരെല്ലാവരും തന്നെ ഈ ഒരു വിഷയത്തിനെ ഏറ്റെടുക്കുകയും അത് പിന്നെ ഫ്രാൻസിലാകെ ഒരു വികാരമായി മാറുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിനോട് അവരെ എത്രത്തോളം ചേർന്ന് നിൽക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ മഹാരാഷ്ട്രയിൽ തന്നെ ഇപ്പോൾ നിലനിൽക്കുന്ന സർക്കാരിൻ്റെ ഭാഗമായിട്ട് പോലും കുറച്ച് നാൾ മുമ്പുണ്ടായിരുന്ന ഒരു ഡിമാൻഡ് ഇന്ത്യൻ ഗവൺമെൻറ് മുൻകൈയെടുത്ത് മാഴ്സൈ നഗരത്തിൽ സവർക്കറുടെ പൂർണ്ണകായ പ്രതിമ സ്ഥാപിക്കണം എന്നതാണ്. സഭയിലെ സ്പീക്കർ തന്നെയാണ് ഈ ഒരു ആവശ്യം, മഹാരാഷ്ട്ര നിയമസഭയിലെ സ്പീക്കർ തന്നെയാണ് ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് കുറേ ലിറ്ററേച്ചർ അവൈലബിൾ ആണ്, കുറേ ആൾക്കാർക്ക് അറിയാം. പക്ഷേ ഇങ്ങനെയുള്ള ഫൈനൈറ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ പല ആൾക്കാർക്കും ഇപ്പോഴും അറിയില്ല. ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റുകാരോട് നമ്മൾ ആവർത്തിച്ച് പറയേണ്ടത്, നിങ്ങൾ ഇന്ന് സവർക്കറെ എതിർക്കുമെങ്കിലും സവർക്കർക്ക് വേണ്ടി നിലകൊണ്ടിരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സോഷ്യലിസ്റ്റുകളാണ് എന്നും അതിൽ തന്നെ കാൾ മാർക്സിൻ്റെ ചെറുമകൻ പോലും വന്നിട്ടുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ ഒരു രാജ്യത്തിൻ്റെ സഹകരണം, അതിനെയാണ് ഇന്ന് പ്രധാനമന്ത്രി ഓർത്തെടുക്കാനായിട്ട് ശ്രമിച്ചത്. അവിടെ വരുമ്പോൾ അത് അങ്ങേയറ്റം നല്ല കാര്യമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ നമ്മുടെ സ്കൂൾ കരിക്കുലത്തിലൊക്കെ തന്നെ വരേണ്ടുന്ന കാര്യമാണ്. കാരണം ഇതൊരു രാജ്യം നമ്മളെ സഹായിച്ചതാണ്, അല്ലാതെ കേവലം ഒരു വ്യക്തി സഹായിച്ചു എന്നതിനപ്പുറത്തേക്ക് ഒരു രാജ്യത്തിൻ്റെ പിന്തുണയാണ്. അപ്പോൾ നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ആഭ്യന്തരമായിട്ട് മാത്രമല്ല ബാഹ്യമായിട്ടുള്ള പിന്തുണ പോലും കിട്ടിയിട്ടുണ്ട് എന്ന രീതിയിലത്തേക്ക് പറയുമ്പോൾ അതിൽ അവഗണിക്കാൻ പറ്റാത്ത ഒരു ലോകശക്തി തന്നെയാണ് ഫ്രാൻസ് എന്നുള്ളതാണ് ഈ ഒരു സന്ദർഭം തെളിയിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും സവർക്കറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപൂർവമായിട്ടുള്ള ഒരു കഥ വളരെ രസകരമായിട്ട് തന്നെ ശ്രീ സാറ് വിവരിച്ചു. എന്തായാലും നമ്മുടെ നാട്ടിലുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രം പക്ഷേ സവർക്കറിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് മൂല്യത്തെക്കുറിച്ചൊന്നും വ്യക്തമായിട്ടില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തെക്കുറിച്ച് വളരെ ആത്മാർത്ഥതയോടുകൂടി പഠിക്കാൻ ശ്രമിക്കുന്ന സുഡാപ്പികൾക്ക് പോലും സവർക്കറിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാകുമെന്നാണ് നമ്മൾ കരുതേണ്ട ഒരു കാര്യം. എന്തായാലും ഫ്രാൻസും അതോടൊപ്പം തന്നെ ഫ്രഞ്ച് പൗരന്മാരും സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകാരും കാറൽ മാർക്സിൻ്റെ കൊച്ചുമകനൊക്കെ എത്രമാത്രം വലിയ രീതിയിലാണ് ഒരു പിന്തുണയാണ് വി ഡി സവർക്കറിന് നൽകിയത് എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ ശ്രീ സാറ് പറഞ്ഞു. എന്തായാലും ഈ ചർച്ചയിൽ സഹകരിച്ചതിന് വളരെയധികം നന്ദി സാർ. നന്ദി ഗൗതം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.